ഹലോ ചങ്ങായിസ്, നമുക്കിതൊരു അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയും കുബൂസ് തുടങ്ങി എല്ലാത്തിൻ്റെയും കൂടി പറ്റുന്നൊരു അടിപൊളിയായിട്ടാണ്. ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്ക് മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്യണേ. അതിനായിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തതാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ പച്ചമുളകില്ല, അത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ചിക്കൻ വറുത്താതെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 സവോളയാണ് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു സവോളയും ക്യാപ്സിക്കും ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്കാവേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയേ. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കും സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇളക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മൂടിയൊക്കെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഡ്രാഗൺ ചിക്കൻ തയ്യാറാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു, ബൈ ബൈ.